ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർണായകമാവുകയാണ്. ചട്ടലംഘന പരാതികളാൽ പൊറുതിമുട്ടുകയാണ് കമ്മീഷനും. പ്രധാനമന്ത്രി മുതൽ താഴോട്ട് നിരവധി പേർ. അഴീക്കോട് MLA KM ഷാജിയുടെയും കൊടുവള്ളിയിൽ നിന്നുള്ള കാരാട്ട് റസാഖിന്റെയും തെരഞ്ഞെടുപ്പ് കേസുകൾ ഇപ്പോഴും കോടതിയിലാണ്. ഒന്നാമൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ലാത്തൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാരുടെ പേരിൽ വോട്ടഭ്യർത്ഥിച്ചതാണ് പ്രശ്നമായത്. രണ്ടാമൻ മുൻ BJP നേതാവും രാജസ്ഥാൻ ഗവർണറുമായ കല്യാൺ സിംഗാണ്. മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആഹ്വാനമാണ് വിനയായത്. രാജസ്ഥാന് പുറത്ത് ഉത്തർപ്രദേശിലാണ് ആഹ്വാനമുണ്ടായത് എന്നതിലൂന്നി നടപടി ശാസനയിൽ അവസാനിപ്പിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രസംഗം ചട്ടലംഘനമാണെന്ന് പറഞ്ഞ് കളക്ടർ ഉടൻ വിശദീകരണം തേടി. ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി. വിശദീകരണത്തിന് കൂടുതൽ സമയം ചോദിച്ചിട്ടുണ്ട്. കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയടിപ്പിച്ചിരിക്കും. മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്നാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് കിട്ടിയത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതുപോലെ കോടിയേരി പള്ളികളിലും സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചെന്നായിരുന്നു പ്രസംഗം. പ്രേമചന്ദ്രനും മറുപടി നൽകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും കിട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. സൈനികരെ മോദി സേന എന്ന് വിശേഷിപ്പിച്ചതാണ് കാരണം. യോഗിക്കും BSP അധ്യക്ഷ മായാവതിക്കും വ്യാഴാഴ്ച വീണ്ടും നോട്ടീസ് കിട്ടി. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് നോട്ടീസ് കിട്ടിയത് വോട്ടർമാർക്ക് ഭക്ഷണവും പാരിതോഷികവും വിതരണം ചെയ്തുവെന്ന UDFന്റെ പരാതിയിന്മേലാണ്. എന്നാൽ ഒരു വർഷത്തിലേറെയായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തു വരികയാണെന്നാണ് LDFന്റെ വാദം.